ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നലത്തെ നമ്മുടെ മാർക്കറ്റിൻ്റെ പ്രഡിക്ഷൻസ്, നാളത്തെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, നാളെ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആകുമോ അതോ ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ആകുമോ, പുട്ട് ഹോൾഡ് ചെയ്യുന്നവർ എന്ത് ചെയ്യണം, കോൾഡ് ഹോൾഡ് ചെയ്യുന്നവർ എന്ത് ചെയ്യണം, ഇതൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആകുമെന്ന്. പക്ഷേ എന്താണ്, മാർക്കറ്റ് സൈഡ് വേസ് ടു ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ആയത്. അപ്പോൾ സൈഡ് വേസ് ടു ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ആകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി കോൾ ബൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കോളിലേക്ക് ഒന്നോ രണ്ടോ ലോട്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യുക, ഗ്യാപ്പ് ഫിൽ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഗ്യാപ്പ് ഫിൽ ആകുമ്പോൾ നമ്മൾ പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്ത് മാറുക. അതാണ് സംഭവം. ഇത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നമ്മൾ നാളത്തേക്കുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ചെക്ക് ചെയ്ത് നോക്കാം. അത് നിഫ്റ്റി എടുക്കാം. നിഫ്റ്റി ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റിലാണ് നിൽക്കുന്നത്. സൈഡ് വൈസ് ആണ് നമ്മുടെ ഈ സോൺ, അതായത് 22,108, അതേപോലെ തന്നെ 22,32 ഈ ഒരു ബോക്സിനുള്ളിൽ നമ്മൾ എൻട്രി എടുക്കാൻ പാടില്ല. ഇത് സൈഡ് വൈസ് മാർക്കറ്റാണ്. ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയാൽ മാത്രമേ നമ്മൾ എൻട്രി എടുക്കാവുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് വരുന്നത് 22,154. സെക്കൻഡ് ടാർഗറ്റ് നമുക്ക് വരുന്നത് 22,223. ഇത് രണ്ടും നല്ല റെസിസ്റ്റൻസ് സോൺസ് ആണ്. ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് ചാർട്ടിൽ മാർക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ പെൻ ആൻഡ് പേപ്പർ എടുത്ത് എഴുതി വയ്ക്കുക. നാളത്തേക്ക് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. നിഫ്റ്റിയുടെ ഫസ്റ്റ് സപ്പോർട്ട് വരുന്നത് 22,12-ലും സെക്കൻഡ് സപ്പോർട്ട് വരുന്നത് 21,984-ലുമാണ്. ഇനി നമ്മൾ ബാങ്ക് നിഫ്റ്റി എടുക്കാം. ബാങ്ക് നിഫ്റ്റി നോക്കുവാണെങ്കിൽ ഒരു സൈഡ് വൈസ് മാർക്കറ്റ് ആയിരുന്നു. നമ്മൾ സൈഡ് വൈസ് മാർക്കറ്റിൽ മോസ്റ്റ്ലി നമ്മൾ ട്രേഡ് അവോയ്ഡ് ചെയ്യുന്നതാണ് ബെറ്റർ. ഈ ഒരു ബോക്സിനുള്ളിൽ എൻട്രി എടുക്കാൻ പാടില്ല. ഇത് റേഞ്ച് ബൗണ്ട് മാർക്കറ്റാണ്. ഈ ബോക്സ് ബ്രേക്ക് ചെയ്ത് തിരിച്ച് പുൾ ബാക്ക് എടുത്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ മാത്രം കോൾ സൈഡിലേക്ക് എൻട്രി നോക്കുക. ഫസ്റ്റ് ടാർഗറ്റ് 48,520. സെക്കൻഡ് ടാർഗറ്റ് വരുന്നത്, സെക്കൻഡ് ടാർഗറ്റിൽ നേരെ റെസിസ്റ്റൻസ് ഒന്നും ഇല്ല പൊക്കത്തേക്ക്. ഈ 48,587 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ആയിക്കഴിഞ്ഞാൽ നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റം നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കും. ബാങ്ക് നിഫ്റ്റിയിലെ മേജർ സപ്പോർട്ടാണ് ഒന്ന് 48,25, 47,953, അതേപോലെ തന്നെ 47,879. ഇതൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക, അല്ലെങ്കിൽ പെൻ ആൻഡ് പേപ്പർ എടുത്ത് മാർക്ക് ചെയ്ത് വയ്ക്കുക, നോട്ട് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ ചാർട്ടിൽ മാർക്ക് ചെയ്ത് വയ്ക്കുക. ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കണമെങ്കിൽ എടുത്ത് വയ്ക്കാം. നാളത്തേക്ക് നിങ്ങളുടെ ട്രേഡിങ്ങിന് ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഇനി അടുത്തത് നിഫ്റ്റി മിഡ് ക്യാപ്പ് എടുക്കാം. നിഫ്റ്റി മിഡ് ക്യാപ്പും ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റിലാണ് നിൽക്കുന്നത്. ഇതും ഇത് തന്നെ ബോക്സിനുള്ളിലാണ് നിൽക്കുന്നത്. ഈ ബോക്സ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് നമുക്കൊരു ബുള്ളിഷ് സിഗ്നൽ തന്നാൽ മാത്രമേ ഉള്ളൂ നമ്മൾ എൻട്രി എടുക്കാൻ പാടുള്ളൂ. ഫസ്റ്റ് റെസിസ്റ്റൻസ് വരുന്നതെന്ന് പറഞ്ഞാൽ 13,660-ലാണ് ഫസ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത്. ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്ക് നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത് സെക്കൻഡ് റെസിസ്റ്റൻസ് ആയ 13,764-ആണ്. നമുക്ക് ഇവിടം വരെ നമുക്കൊരു നല്ല ടാർഗറ്റ് വരുന്നുണ്ട്. അതേപോലെ താഴത്തേക്ക് നോക്കുവാണെങ്കിൽ സപ്പോർട്ട് വരുന്നത് 13,526-ലാണ്. ഇത് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റ്, അതായത് 13,486 വരെ മാർക്കറ്റ് പോകാൻ ചാൻസ് ഉണ്ട്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 13,432, അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 13,339. ഈ സോൺസ് നിങ്ങൾ ചാർട്ടിൽ മാർക്ക് ചെയ്ത് വയ്ക്കുക. ഇനി നാളെ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആകുമോ ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആകുമോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നാളെ മാർക്കറ്റ് സൈഡ് വേസ് ടു ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ആവാനാണ് ചാൻസ് കൂടുതൽ. ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ് ഓപ്പൺ ആവാനാണ് ചാൻസ് കൂടുതൽ. ഇൻ കേസ് മാർക്കറ്റ് സൈഡ് വേസ് ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ പുട്ട് ഹോൾഡ് ചെയ്യുന്നവരും കോൾഡ് ഹോൾഡ് ചെയ്യുന്നവരും ഇൻസ്റ്റൻ്റ്ലി എക്സിറ്റ് ചെയ്ത് മാറുക. ചെറിയ പ്രോഫിറ്റിൽ അല്ലെങ്കിൽ ചെറിയ ലോസിൽ എക്സിറ്റ് ചെയ്ത് മാറുക. ഇൻ കേസ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആവുകയാണെങ്കിൽ കോൾ ഹോൾഡ് ചെയ്യുന്നവർ എന്ത് ചെയ്യുക, പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്ത് മാറുക. ഇൻ കേസ് മാർക്കറ്റ്
ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, കോൾ സൈഡിലേക്ക് 2 ലോട്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യുക, എന്നിട്ട് ഗ്യാപ്പ് ഫിൽ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് ഗ്യാപ്പ് ഫിൽ ആവും. ഇതാണ് നാളത്തേക്കുള്ള നമ്മുടെ പ്രഡിക്ഷൻ.